ഇന്ന് നമ്മുടെ ഋഷുവിൻ്റെ കല്യാണമാണ് ഗായ്സ്. ഇന്നാണ് ആ കാത്തിരുന്ന ദിനം. കല്യാണം സൂപ്പർ. ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറയൂ. പറയടി. Hello guys, welcome back to our YouTube channel. It's me Nitya. Hello guys, welcome back to our YouTube channel. Safia Brother എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വന്നിരിക്കുന്നത് റിഷാനിന്റെ കല്യാണത്തിനാണ് ഗായ്സ്. ഒന്ന് പറഞ്ഞെടുക്കൂ. അതിന്റെ മാരേജ് ഇത് നമ്മുടെ ആദ്യം നമ്മുടെ കുട്ടികളുണ്ട് ഗായത്രി. നമ്മുടെ സുന്ദരിക്കുട്ടി ഒരുങ്ങി അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. നല്ല വയലറ്റ് സാരികൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സും എല്ലാവരും അവളെ കണ്ടിങ്ങനെ അതിശയിച്ച് നിൽക്കുമായിരുന്നു. ഇതാണ് സ്റ്റേജ്. അങ്ങനെ അവൾക്ക് ചൂടെടുക്കണോണ്ട് തന്നെ മേലെ പോയിരിക്കുക എന്നുള്ളൊരു വെപ്രാളമായിരുന്നു മൊത്തത്തിൽ. ഞങ്ങൾ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ട് നല്ല കുറേ പിക്സും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നീട് ഋഷു ഇതാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങളുടെ സുന്ദരി ബ്രൈഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഗൈസ്? എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, പിന്നെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആക്ച്വലി അവർ ഒന്നിക്കാൻ. റിഷാന മണ്ഡപത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ മിൻഷുക്കാൻ്റെയും റിഷാൻ്റെയും നിക്കാഹ് പള്ളിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ പൊലി പഠിച്ചിട്ടാണ് റിഷാനോട് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഫ്രണ്ട്സും ഒക്കെ, റിഷാൻ എൻ്റെ ഒപ്പം 11th ഉം 12th ഒപ്പം പഠിച്ചതാണ്. സെക്കൻഡ് വരവ് ഞാൻ കാത്ത് നിൽക്കുമായിരുന്നു മിൻഷുക്ക് എങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എത്തുമ്പോൾ ഉള്ള ടീമിൻ്റെ ദഫ് കളിയും ഇതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിൻഷുക്കാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അത്രയും രസമായിരുന്നു കാണാൻ തന്നെ. അങ്ങനെ ഫൈനലി അവർ ഒന്നിക്കാൻ പോവുകയാണ് ഗായ്സ്. അങ്ങനെ മിൻഷുക്ക് സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഋഷുവിൻ്റെ എൻട്രി ആയിരുന്നു. ഋഷുവിനെ കൊണ്ടുവന്ന അവളുടെ കസിൻസാണ്. അവളുടെ കുടുംബത്തിലാകെ അവളൊരു പെൺകുട്ടിയാണ്. ബാക്കി കസിൻസ് ഇക്കന്മാരെല്ലാവരും കൂടിയിട്ടായിരുന്നു ഋഷുവിനെ ആ ഒരു മണ്ഡപത്തിലോട്ട് കൊണ്ടുപോയത് തന്നെ. അത് ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ഫൈനലി ആ മൊമെൻ്റ് എത്തിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചു. അങ്ങനെ ഇനി ജീവിതകാലം മൊത്തം അവർ ഒപ്പമുണ്ടാവും എന്നുള്ളൊരു പ്രോമിസിലൂടെ അവർ ഒന്നിക്കുകയാണ് ഗായ്സ്. ശരിക്കും സത്യം പറഞ്ഞാൽ അവിടെ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിരുന്ന് വെള്ളം വന്നു എന്ന് വേണം പറയാൻ. അത്രയും സന്തോഷത്തോടെ അത്രയും സ്നേഹത്തോടെ അവരൊന്നിക്കുന്ന ആ ഒരു മൊമെൻ്റ് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു സീരിയസ്ലി. എന്നിട്ട് ആരും നിൻ്റെയൊക്കെ പറയുന്നത് എന്തൊക്കെ കാണുമ്പോൾ കല്യാണം കഴിക്കാൻ കൊതിയായിട്ട് വയ്യാന്ന്. കല്യാണം സൂപ്പർ. നല്ല ഡാൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവളുമായിട്ട് നല്ല ഭംഗിയുണ്ട്.
എൻ്റെ അമ്മയെ കൊണ്ട് കരടെടുക്കണം. എൻ്റെ മനസ്സ് വേറെ ഒരു ഡയലോഗില്ലേ, കത്തണം തൊണ്ടയിൽ നമുക്കിത് പുറത്ത് വരുന്നില്ല. പക്ഷെ എൻ്റെ കല്യാണം പവറാണ്, എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പെട്ടെന്ന് കല്യാണം ഈ വീഡിയോയിൽ അവൾ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും. കമന്റ് ചെയ്യുക. കല്യാണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും വരിക എൻ്റെ കല്യാണത്തിന്. മുൻകൂടി ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. പറയുന്ന ആൾക്കൊരു ചേച്ചി ഉണ്ട്, ആ ചേച്ചി കല്യാണം വരെ കഴിഞ്ഞിട്ടില്ല. അവള് ഭയങ്കര എന്താണ്, എന്ത് ബ്യൂട്ടിയാണ്, നാച്ചുറൽ ബ്യൂട്ടിയോ. ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല അവള്. ലിപ്സ്റ്റിക് ഇടാറ് ഞാൻ കണ്ടോ, ഒക്കെ ചൊവചവാന്നിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം ഒറിജിനലാണ്. അതെ, ഒറിജിനൽ ബ്യൂട്ടി. കേരള മങ്കയാണ്. അതെ അതെ അതെ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റും ഒരു കേക്ക് കട്ടിങ് കൂടി ഉണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ജുമാൻ ടീച്ചർ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എല്ലാവരും കേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. 1400. ഞങ്ങളുടെ കോളേജിലെ ഒഫീഷ്യൽ കുടുംബശ്രീ യൂണിറ്റാണ് ഈ ഇരിക്കുന്നത്. അല്ല കാവ്യ നിക് നെയിം എന്താണെന്നറിയോ? ഇല്ല, ഞാൻ പറയട്ടെ. ഇത് റിഷാൻ്റെ അനിയനുണ്ട്. അനിയൻ്റെ ക്ലാസ്സിൽ വന്ന ഗ്യാങ് ടീംസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മൊത്തം ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നീട് സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു. സൂഫി ഡാൻസ്, ദഫ് കളി, അങ്ങനെ അടിപൊളിയാക്കി മൊത്തത്തിൽ കല്യാണം. കണ്ടിരിക്കുന്നത് തന്നെ ഭയങ്കര വൈബായിരുന്നു. ഇത്ര നേരം കേക്ക് എവിടെയെന്നായിരുന്നു. കേക്ക് വന്നപ്പോൾ മുറിക്കാൻ ടേബിൾ എവിടെയെന്നായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ കുറച്ച് നേരം തപ്പി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു കേക്ക് മുറിക്കാനുള്ള സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു മണ്ഡപത്തിൻ്റെ അടിയിൽ. അഗൈൻ കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും അവർ പറഞ്ഞു ഞങ്ങൾക്ക് 5 മിനിറ്റേ ഉള്ളൂ, ഞങ്ങൾക്ക് ഉറപ്പായും ഡാൻസ് കളിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാൻ എന്നൊക്കെ പണ്ട് അവർ ഡാൻസിന് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അവർ കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ഞങ്ങളവിടെ നിന്നു. കേക്ക് മെൽട്ടാവോ എന്നുള്ള ഡൗട്ടിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ കാത്തിരിക്കുകയായിരുന്നു. ഫൈനലി ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ടിരുന്നു. നിങ്ങളെന്ന് കണ്ടു നോക്കും, എന്ത് രസമാണ് കളിക്കുന്ന കാണാനും. അങ്ങനെ സൂഫി ഡാൻസൊക്കെ കണ്ട് കുറേ കമൻറ്റൊക്കെ അടിച്ച് താഴെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ കാത്തിരുന്നു കേക്ക് മുറിക്കാൻ വേണ്ടി. ഇപ്പോൾ കേക്ക് മുറിക്കുമോ ഇല്ലയോ, പിന്നെ മുറിക്കാൻ പറ്റുമോ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു. ഫൈനലി ഇതാണ് ആ കേക്ക്. റിഷുവിൻ്റെ വെഡ്ഡിങ് സാരിക്ക് മാച്ച് ചെയ്തിട്ടായിരുന്നു. ആക്ച്വലി ഫോട്ടോയും കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സൺഡേ ആയതുകൊണ്ടും ചെറിയ പിഴകൾ വന്നത് കൊണ്ടും പറ്റിയില്ല ഫോട്ടോ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റ് ഒട്ടിക്കുമ്പോൾ പേപ്പേഴ്സ് താഴെ വീണു. നന്മവരായി നിത്യ താഴെ പേപ്പർ ഉണ്ട് എന്നും പറഞ്ഞ് പേപ്പറൊക്കെ പെറുക്കണ ഈ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പൊതിഞ്ഞ ആൾക്കാർ ഒത്തിരി പേപ്പേഴ്സ് വെച്ച് നിറച്ചിട്ടുണ്ടായതുകൊണ്ട് സ്റ്റേജ് നിറച്ച് പേപ്പറായി. എന്നിട്ട് അത് പെറുക്കി കളയിലായിരുന്നു അടുത്ത ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ അവർ പരസ്പരം ഒന്നിച്ച് ഈ ഒരു മുഹൂർത്തത്തിൽ മധുരം കഴിക്കാൻ പോണ ഫസ്റ്റ് ചടങ്ങാണിത്. ഞങ്ങളായിരുന്നു ആദ്യം കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ കേക്ക് മുറിച്ച് ഷെയർ ചെയ്ത് കഴിച്ച് ഇറ്റ്സ് സീംസ് ലൈക്ക് റിയലി വാവ്. അങ്ങനെയായിരുന്നു ശരിക്കും അവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ ഒരു മനസ്സിൽ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ ഇവൻ്റ് ആലോചിച്ചിട്ട്. പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അടുത്ത വലിയ അംഗങ്ങളുണ്ടായത്. അതിനുവേണ്ടി പാട്ടിട്ടു. അപ്പോൾ ബൈ.